Rahmat ma'am. Good morning all. Good morning, Starting. ma'am. Good morning. Okay. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ ഓഡിയബിൾ അല്ലേ? Audible ആണ് audible. ഹാപ്പി മോർണിംഗ് ടു ആൾ. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിംബിളിന്റെ മോർണിംഗ് സർക്കിൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സജിന മാമിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ പാഷനേറ്റ് ആയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. അവരെയും അതുപോലെ ഈ ഒരു ടൈമിലും നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഒരാൾ ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴും കഴിഞ്ഞ ദിവസങ്ങൾ അതിനു മുമ്പൊക്കെ അൻസാർ സാർ അതുപോലെ ഷെജില മാം ഒക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് ക്ലാസ്സുകാർ ഹാൻഡിൽ ചെയ്തു. അത് നല്ല അടിപൊളി സെഷൻസ് നമുക്ക് തന്നിരുന്നു അല്ലെ. അപ്പൊ അവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാണ്. എനിവേ, കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് റഹ്മത്ത്, വിംബിൾ അക്കാദമിക് കൗൺസിലർ ആണ്. കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയുന്നുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് പോവാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഫ്യൂവൽ ഓഫ് സക്സസ്, ദാറ്റ് ഇസ് സെൽഫ് ഡിസിപ്ലിൻ അല്ലെ. നമുക്കൊക്കെ അറിയുന്ന കുറെ കാര്യങ്ങൾ തന്നെയായിരിക്കും, എങ്കിലും പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളുമായിരിക്കും. അതായത് നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യണമെങ്കിൽ അതിന് ജസ്റ്റ് ഒരു ഫ്യൂവൽ കൊടുത്താലാണ് അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫില് നമുക്ക് കൊടുക്കുന്ന നമ്മുടെ സക്സസിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി നമ്മുടെ ലൈഫിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്യൂവലാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള കാര്യമായിരിക്കില്ലേ ഡിസിപ്ലിൻ ഉണ്ടാവണം എന്നുള്ളത്. കൂടുതലായിട്ട് ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് പാരന്റ്സിന്റെ അടുത്തുനിന്നൊക്കെ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സെൽഫ് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ വേണം എന്നുള്ളത് അല്ലെ. അതായത് നമ്മുടെ മേൽ ഉണ്ടാക്കിയെടുക്കുന്ന എന്തൊക്കെയോ നടപടിക്രമങ്ങളാണ് അല്ലെ. അതായത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് നമ്മൾ ആദ്യം മാറ്റം തുടങ്ങേണ്ടത് പറയും. കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായിട്ട് മാറുന്നത്, നമ്മുടെ വാക്കുകളാണ് നമ്മുടെ പ്രവർത്തികളായിട്ട് മാറുന്നത്, നമ്മുടെ പ്രവർത്തികളാണ് നമ്മുടെ ശീലങ്ങളായിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചിന്തകളിൽ നിന്നാണ്. ആ ഒരു ചിന്തകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചിന്തകള് നമ്മെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ മേൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില പ്രത്യേക നടപടിക്രമങ്ങളാണ്. അത് നമ്മുടെ ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ നമ്മുടെ ചിന്തകളിൽ നിന്ന് മാറ്റം തുടങ്ങുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പാറി നടക്കുന്ന സംഭവമാണ് അല്ലെ. അതായത് വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗത കൂടിയ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് USA കാനഡയിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. പെട്ടെന്ന് അവിടെ ഒന്ന് പോയി ചിലപ്പോൾ വരും അല്ലെ, തിരിച്ചു വരും. അത്രയും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മുടെ കൺട്രോളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ നമ്മുടെ ലൈഫ് ഒന്നും കൂടി ഈസി ആയിരിക്കും. കാരണം അതിന് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കും അല്ലെ. അതായത് നമുക്ക് നൂല് പൊട്ടിയ പട്ടം പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പട്ടത്തിന്റെ നൂല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? അതിങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കും അല്ലെ. അതിന്റെ ദിശയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം കടിഞ്ഞാണില്ലാത്ത കുതിര എന്നൊക്കെ പറയാം. അതായത് നമ്മളൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയുടെ മുകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കുതിര പോകുന്ന ദിശയിലോട്ട് നമ്മൾ അങ്ങനെ പോവില്ലേ, അതിന്റെ ലക്ഷ്യസ്ഥാനത്തോട്ട് നമ്മൾ പോവും. അതിന്റെ കടിഞ്ഞാണ് നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിനെ കൊണ്ടെത്തിക്കാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ കാര്യവും. കാരണം നമ്മുടെ സെൽഫിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മെ മറ്റാരോ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാംക്ഷകളൊക്കെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറാനും അതുപോലെ തന്നെ നമ്മുടെ സമയത്ത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട ഒരു അത്യാവശ്യ ഗുണം തന്നെയാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അല്ലെ. നമ്മുടെ ലൈഫിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോഴും എൻ്റെ ലൈഫിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
പലപ്പോഴും അത് 100% ഓക്കെ ആവണമെന്നില്ല. എന്നാലും ഒരുപാട് കാര്യങ്ങളിൽ നല്ല ആശ്വാസം ഉണ്ടാവും. നമ്മൾ ഈ സെൽഫ് ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിലോട്ട് വരുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് നല്ല ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും പെട്ടെന്ന് ഇന്നൊരു ദിവസം മുതൽ ഞാൻ നല്ല സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആളാകും എന്ന് വിചാരിച്ച ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇത് ക്രമേണ സാധ്യമാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് ശീലങ്ങൾ നമുക്കൊക്കെ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്രമേണ സ്ലോ ആയിട്ട് നടന്ന് സക്സസ് ആവുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ അതുപോലെ നമ്മളൊക്കെ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതായത് ഇന്ന് മുതൽ ഇപ്പോൾ ഞാൻ ഡയറ്റിലാണ്, ഇനി ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല ഹെൽത്തി ഫുഡ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്ന എന്ന ലെവലിലൊക്കെ പോകുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഫംഗ്ഷന് വരിക അല്ലെ. ആ ഒരു ടൈമിൽ നമ്മൾ ഫംഗ്ഷനോട്ട് പോകുന്നു. അപ്പോഴും ഒക്കെ നമ്മൾ മൈൻഡ് കൺട്രോൾഡ് ആണെങ്കിൽ ആ ഹാളിലെത്തി പെട്ടെന്ന് നല്ല ബിരിയാണിയുടെയോ മന്തിയുടെയോ ഒക്കെ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ച് വീശുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ മൈൻഡ് നമ്മൾ കൊടുക്കും, ഇറ്റ്സ് ഓക്കെ, ഇന്ന് പോട്ടെ, ഇന്ന് ഞാൻ ജസ്റ്റ് എന്റെ ഡേറ്റ് ഒന്ന് മാറ്റി വെക്കുന്നു, ഞാൻ ഈ ഫുഡ് കഴിക്കട്ടെ എന്ന് വിചാരിക്കില്ലേ. ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്തത് ആ ഒരു ഫുഡാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, ഇത്ര പോർഷൻസ് ഈ ഒരു ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നു. ആ ഒരു ടൈമിലായിരിക്കും തൊട്ടപ്പുറത്ത് ഫോണിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരിക. ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് അതെന്താണ് നോക്കാൻ വേണ്ടിയിട്ട് ആ ഫോൺ ഒന്ന് എടുത്ത് നോക്കുന്നു. ആ സമയത്ത് ഫോണിൽ അങ്ങനെ സ്ക്രോൾ ചെയ്ത് ആഫ്റ്റർ 3 hours 2 hours ശേഷമായിരിക്കും ഞാൻ പഠിക്കാൻ ഇരുന്നതായിരുന്നു എന്ന് വരെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോലെ. അപ്പൊ നമ്മൾ പ്ലാൻ ടോട്ടലി തകിടം മറിഞ്ഞതായിട്ട് നമ്മൾ അപ്പോഴാണ് അറിയാം. ഇവിടെ നമ്മെ കൺട്രോൾ ചെയ്തത് ഫോണാണ് അല്ലെ. ഷുവർ ആയിട്ട് നമുക്കൊക്കെ പലപ്പോഴും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മെ കൺട്രോൾ ചെയ്തത് ഫോണാണ്. അപ്പോൾ നമ്മുടെ സെൽഫിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ പലതും നമ്മെ ഇങ്ങനെ ഡെയിലി ലൈഫിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഈ സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവര് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോളാണ്. അതായത് ഗോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഗോൾസ് ഉണ്ട്. നമ്മുടെ എല്ലാ മേഖലകളിലും, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ കരിയറില്, നമ്മുടെ സ്റ്റഡീസില് എല്ലാം നമുക്ക് എന്ത് വേണം, ഒരു ഗോൾ വേണം. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഗോൾ ഉണ്ടാവുക എന്നതാണ്. ഓരോ ഗോളും അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തുകൊണ്ട് വെക്കാം. അപ്പൊ എല്ലാ മേഖലയും ഇപ്പോൾ 10 days ഇപ്പൊ നമ്മളൊരു ഗോൾ വെക്കാണ്, ഞാനൊരു 30 minutes ഡെയിലി എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ 10 minutes ഡെയിലി മെഡിറ്റേഷൻ ചെയ്യും, അതുപോലെ 5 minutes എങ്കിലും ഡെയിലി ഞാൻ റീഡിങ്ങിന് വേണ്ടി മാറ്റി വെക്കും എന്നുള്ള ഓരോ മേഖലകളിലും നമുക്ക് എന്ത് വേണം, വ്യത്യസ്തമായിട്ടുള്ള ഗോളുകൾ വേണം എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടക്കം കുറിക്കുക എന്നതാണ്. അതായത് എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് ഒരു ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോ ജസ്റ്റ് ഒരു 10 minutes മെഡിറ്റേഷൻ മാത്രമേ സാധിച്ചുള്ളെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് മാത്രം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റുട്ടീനാണ്. അതായത് സ്ട്രിക്റ്റ് ആണെന്ന് പറയുമ്പോഴും നമുക്ക് പലപ്പോഴും നമ്മൾ സാധിക്കാത്ത വഴിയിലൊക്കെ നമ്മുടെ സിറ്റുവേഷൻസ് മാറി മറിയെങ്കിലും നമുക്ക് കറക്റ്റ് ഒരു പ്ലാനിങ് വേണം. ഓരോ ഡെയിലി ലൈഫിലും ഓരോ ഡേയിലും നമുക്കൊരു റുട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ച് നമ്മുടെ ടൈം മാനേജ് ചെയ്യണം. ഈ റുട്ടീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ലേ. അപ്പൊ ഓരോന്നിനനുസരിച്ച്, അതായത് റെസ്റ്റ് ടൈം, നമ്മുടെ കരിയർ ടൈം, നമ്മുടെ വർക്ക് ടൈം, എന്റർടൈൻമെന്റ്, നമ്മുടെ മീ ടൈം, നമ്മുടെ ഫാമിലിക്ക് ഒരു ടൈം, തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ലൊരു റുട്ടീൻ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ പറയാനുള്ളത്, മാക്സിമം നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മുടെ ഫോണിൽ തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ വർക്ക് ടൈം ആണെങ്കിലോ നമ്മുടെ സ്റ്റഡീസിന്റെ ടൈം ആണെങ്കിലോ മാക്സിമം എന്ത് ചെയ്യുക, ഫോണ് അതിൽ നിന്ന് മാറ്റി വെക്കുക. നമ്മുടെ അടുത്ത് നിന്ന് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് മാക്സിമം ഫോണ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. ആ ഒരു ടൈമിൽ ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ എടുക്കൂല എന്ന് നമ്മുടെ മൈൻഡിന് തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും കാരണം കൊണ്ടൊന്നും എടുക്കേണ്ടി വന്നാലും അത് അവിടെ കൺട്രോൾ ചെയ്ത് വെച്ച് നമ്മുടെ കാര്യങ്ങളിലേക്ക് തിരിയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഫോണ് അതിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് എന്റർടൈൻമെന്റിലാണ് നമ്മൾ അറിയാതെ മുഴുകി പോകുന്നത് എങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു സമയം കണ്ടെത്തണം. എന്റർടൈൻമെന്റ് ഇത്ര ടൈം ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരു സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ഥിരതയും ക്ഷമയുമാണ് ആദ്യം വേണ്ടത്. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസമൊക്കെ ചെയ്തു, പിന്നെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതുമ്പോ അത് അവിടെ ഉപേക്ഷിച്ചിട്ട് നെക്സ്റ്റ് നമ്മുടെ പഴയ റൂട്ടീൻ പോലെ പോകാതെ എന്തെങ്കിലും ഒന്ന്
പറ്റി ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഡേ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ അതായത് നമ്മുടെ മൈൻഡ്ഫുൾ ആയിട്ട് മൈൻഡിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരുപാട് കോൺസെൻട്രേഷൻ, നമ്മുടെ മൈൻഡ് ഒന്നും കൂടി കാം ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ ഒരുപാട് ശീലങ്ങളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലെ. അപ്പോൾ ഒരുപാട് സമയത്തിനൊക്കെ വാല്യൂ കൊടുക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായി നമ്മൾ കൂട്ടുകൂടുന്ന ടൈമിൽ ഓട്ടോമാറ്റിക് നമ്മുടെ പഴയ ശീലങ്ങൾ എന്താവും, പോസിറ്റീവ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ പലപ്പോഴും നെഗറ്റീവിലോട്ട് പോയിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്വയം വിലയിരുത്തുക എന്നുള്ളത്. അതായത് നമ്മളൊരു ഡേയില് നമ്മൾ റുട്ടീൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഡേയുടെ എൻഡിന്റെ ടൈമിൽ ഇന്ന് എനിക്ക് എൻ്റെ ടൈം കറക്റ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് നോട്ട് ചെയ്യാം. അതായത് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഡേയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ. എങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ദ പാർട്ട് ഓഫ് അവർ ജേർണി എന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഡേ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. ഈ സെൽഫ് ഡിസിപ്ലിൻ മുറുകെ പിടിച്ച് എന്ത് ചെയ്യാം, നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഈ സക്സസ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും എന്താണ്, നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അതായത് നമ്മൾ ആദ്യം നമ്മുടെ സെൽഫിനോട് തന്നെ ഒന്ന് ഫൈറ്റ് ചെയ്ത് സക്സസ് ആവാനുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും ഈ സക്സസ് ആയിട്ട് ആളുകൾ പലപ്പോഴും ചൂസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞത്. അതായത് അവര് ചിലപ്പോൾ ഫോൺ എന്ന ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നിന്ന് അത് മാറ്റി വെച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന വായനയുടെ ലോകത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അവര് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അതായത് ജങ്ക് ഫുഡ് മാക്സിമം കാണുന്ന ടൈമിൽ അവർ കൺട്രോൾ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും കഴിച്ചിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ മോർണിംഗിൽ നേരത്തെ, നമുക്ക് എല്ലാവർക്കും മോർണിംഗിൽ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നല്ല സക്സസിലോട്ട് മൂവ് ചെയ്യുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ മോർണിംഗ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ മോർണിംഗിൽ നമുക്ക് കംഫർട്ട് എപ്പോഴും ഉറക്കാണല്ലേ മോർണിംഗിൽ. അപ്പൊ അതിന് ഡിസ്കംഫർട്ട് ഉണ്ടാക്കി നമ്മൾ എണീറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഡിസ്കംഫർട്ട് ആയിട്ടുള്ള റൂട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ സക്സസിന്റെ പാതയിലാണ് എന്ന്. അപ്പോൾ സക്സസ് ആവുന്ന പേഴ്സൺസ് എപ്പോഴും ചൂസ് ചെയ്യുക ഡിസ്കംഫർട്ട് ആയിട്ടുള്ള, ഇപ്പോഴും റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലൈഫ് നല്ല ഈസി ആയിട്ട് മാറുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. ഈ സെൽഫ് ഡിസിപ്ലിൻ മുറുകെ പിടിച്ചു പോകുന്ന ടൈമിൽ നമ്മുടെ ഗോൾസ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ടൈമിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റീവ് ആവും. നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റീവ് ആവും. നമുക്ക് എപ്പോഴും വലിയ വിജയങ്ങൾ ആഘോഷിക്കാൻ പറ്റും. ചെറിയ വിജയങ്ങളിലൂടെ നമ്മൾ വലിയ വിജയങ്ങൾ ആഘോഷിക്കുന്നവരാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒന്നും കൂടി വർദ്ധിക്കും. നമുക്ക് നമ്മോട് തന്നെ ഒരു ഫെസ്റ്റീം ഒക്കെ തോന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ മറ്റ് സ്ട്രെസ് കുറവായിരിക്കും. നമ്മളെല്ലാം കറക്റ്റ് റുട്ടീനൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്ട്രെസ് കുറവായിരിക്കും. പിന്നെ അതുപോലെ എന്താണ്, നമുക്ക് മറ്റുള്ളവര് സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവര്, മറ്റുള്ളവര് സൊസൈറ്റിയിൽ നിന്ന് നമുക്കൊരു സെൽഫ് റെസ്പെക്ട് ഒക്കെ കിട്ടാൻ തുടങ്ങും. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ ഗാന്ധിജി, അതുപോലെ APJ അബ്ദുൽ കലാം സാറൊക്കെ അല്ലെ. അപ്പോൾ APJ അബ്ദുൽ കലാം സാറിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് സെൽഫ് ഡിസിപ്ലിൻ യൂസ് ചെയ്തത് കൊണ്ടാണ് അത്രയും വലിയ സക്സസിൽ എത്തിയത് അല്ലെ. അതായത് സാമ്പത്തികമായിട്ട് തന്നെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിലുള്ള ആളായിരുന്നു കലാം സാറ്. എങ്കിലും രാവിലെ തൊഴിലാളി ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. രാവിലെ എന്നും പത്ര വിതരണം ചെയ്തിട്ട് വേണ്ടിയിരുന്നു അദ്ദേഹത്തിന് പഠനത്തിനുള്ള ചെലവ് പോലും കണ്ടെത്താൻ. എന്നാലും കലാം സാറിന്റെ ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിനും ഫോക്കസിലുള്ള ഒരു ഉറച്ച തീരുമാനമായിരുന്നു, ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഉറച്ച തീരുമാനമായിരുന്നു. അതായത് എന്നും മോർണിംഗിൽ എണീറ്റ് ഒരു 4:30 എണീറ്റ് നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പത്ര വിതരണം ചെയ്തു. അതിനുശേഷമാണ് ക്ലാസ്സിന് പോകുന്നത്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, സ്കൂളിന്റെ പഠനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വൈകുന്നേരം ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് അതുപോലെ പുസ്തക വായനക്കൊക്കെ സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഒരു ദിവസം
അയ്യാദു എന്ന അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ചോദിക്കുകയുണ്ടായി, റോക്കറ്റ് വിക്ഷേപണത്തിന് ആവശ്യമായിട്ടുള്ള പഠനത്തിന് നിങ്ങളിൽ ആരാണ് തയ്യാറായിട്ടുള്ളത് എന്ന്. എന്നാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റുട്ടീൻ കൊണ്ടും സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടും ഏക വിദ്യാർത്ഥിയായിട്ടുള്ളത് കലാം സാർ മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ കൊണ്ട് തന്നെ അദ്ദേഹം ISROയിലെ SLV-3യുടെ ആദ്യത്തെ പ്രൊജക്ട് ഡയറക്ടറായി, അതുപോലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയി, അവസാനം ഭാരതത്തിന്റെ രാഷ്ട്രപതിയായിട്ട് മാറില്ലേ. അപ്പൊ നമ്മുടെ ലൈഫിലും നമ്മുടെ ഈ സെൽഫ് ഡിസിപ്ലിൻ എന്നത് ഒരിക്കലും ഒരു വഴിയിൽ ഉപേക്ഷിച്ച് പോവരുത് എന്നുള്ളതാണ്. അത് മുറുകെ പിടിക്കാൻ സാധിക്കണം. പല ദിവസങ്ങളിലും നമ്മൾ വിചാരിച്ച പോലെ എന്താക്കാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് അവർ ജേർണി എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ ഒന്നും കൂടി പുതിയതായിട്ട് ബെറ്റർ ആക്കിയിട്ട് പ്ലാൻ ചെയ്യുക. നമ്മളിതൊരു പ്രാക്ടീസ് ആക്കിയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇത് പ്രാക്ടീസ് ആക്കുന്ന, അതായത് നമുക്കറിയാം, ഒരു കരിങ്കല്ലില് ആണി കൊണ്ട് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് അത് അത്ര കളർ ഉണ്ടാവില്ല അല്ലെ, എങ്കിലും പിന്നെ പിന്നെ അത് പതുക്കെ തെളിഞ്ഞു വരും. അതുപോലെയാണ് സെൽഫ് ഡിസിപ്ലിൻ. നമ്മുടെ ലൈഫിൽ നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ തുടക്കം കുറിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ പല സക്സസും കീഴടക്കും എന്നതാണ്. അപ്പൊ എന്ത് വന്നാലും, നമ്മുടെ എന്ത് ഫെയിലിയർ ആണെങ്കിലും നമ്മുടെ ഈ ഒരു ജേർണിയെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ അനുവദിക്കരുത്. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ ഈസ് നോ യുവർ സെൽഫ്, അവോയ്ഡ് ടെംപ്റ്റേഷൻസ്, ഫിക്സ് യുവർ ഗോൾസ്, ഡെയിലി പ്രാക്ടീസ് and forgive yourself. Discipline is one rule and all the rules stand. Thank you. ഇനി സെൽഫ് ഡിസിപ്ലിൻ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാട്ടോ. Thank you, Ahmed ma'am. സെൽഫ് ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് ഞാൻ വലിയൊരു നേട്ടമായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ രാവിലെ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. മുമ്പ് ഞാനിപ്പോ ആ ഒരു സമയത്തൊക്കെയാണ് മുമ്പൊക്കെ എഴുന്നേറ്റിരുന്നത്, കുറെ നാള് മുമ്പൊക്കെ. പിന്നീട് ഞാന് ഇതുപോലെ സമയം കുറച്ച് കൊണ്ടുവന്നു, 6:30 5:30 അങ്ങനെ ഇപ്പൊ 4 മണിക്ക് എഴുന്നേക്കുന്നുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനേലേക്ക് ആയിട്ടുണ്ട് 4 മണിക്ക് എണീക്കും. സെൽഫ് ഡിസിപ്ലിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഹൗസ് വൈഫ് ആയിട്ടാണ്, വീട്ടിലാണുള്ളത്, പുറത്ത് പോയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് എന്റെ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ് ഇതെല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത്? അത് വീട്ടിലിരുന്നോണ്ട് 2-3 hours എനിക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിൻബിളുടെ അക്കാദമിക് കൗൺസിൽ, അതിന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കി ചെയ്യാൻ പറ്റുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, എന്റെ മക്കളുടെ കാര്യങ്ങൾ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റുട്ടീൻ ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇനി ഒരുപാട് പേർക്ക് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഒക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശരിക്കും നല്ലൊരു ടോപ്പിക്കായിരുന്നു. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളെ മൈൻഡ് കൺട്രോൾ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് നമ്മളത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല സക്സസ് തന്നെയാണ്. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പുറത്ത് ജോലി പോകുന്നവരാണെങ്കിൽ അതും എല്ലാം നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ഹസ്ബൻഡിന്റെ ഒരു ബിസിനസിന്റെ കാര്യത്തിന്റെ അത് ഞാൻ ഓഫ്ലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിൻബിളിലും ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമുക്ക് അതിലേക്കൊക്കെ എത്താനായിട്ട് പറ്റും. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ടോപ്പിക് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. ഹായ്, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ട്? ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. രാവിലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് കലാം സാറിന്റെ സ്റ്റോറി നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ
സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാക്ടീസിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇത് മനസ്സിലായി. ഇപ്പൊ നമ്മള് എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മൾ പ്രാക്ടീസിലൂടെ ഇപ്പോ എന്താ റണ്ണിങ്ങിൽ രാവിലെ എണീറ്റ് ഓടാൻ പോയതും അങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതൊക്കെ ഒരു അതാണ് എൻ്റെ ലൈഫിൽ കുറച്ച് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഉം. അതിനുവേണ്ടി കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ നല്ല തണുപ്പുള്ള ടൈമിലൊക്കെ ഓടാൻ പോയതും Okay, great, great. അത് അങ്ങനത്തെ ഒക്കെ ഒരു ഇത് ഓർമ്മയിലുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. രാവിലെ Thank you, തന്നെ sir. നല്ലൊരു എനർജി ബൂസ്റ്റ് ചെയ്ത ഒരു ഫീല്. Thank you, sir. താങ്ക് യു മാം. Thank you. ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുള്ള ഒരു വലിയൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കോപ്പ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതെ. എപ്പോഴും നമ്മൾ ചെയ്യുക എല്ലാം കൂടെ ഒരുമിച്ച് ആലോചിച്ചിട്ട് അവസാനം ഒന്നും ചെയ്യാത്തൊരവസ്ഥ വരും. പക്ഷേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഒരു സമയം അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു കാര്യവും ബാക്കി വെക്കാതെ എല്ലാം ചെയ്യാനും പറ്റും. അതുപോലെ നമുക്ക് ടൈം, നേരത്തെ സജനാമയം പറഞ്ഞ പോലെ ടൈം നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റും. Okay, share it. പല രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളൊക്കെ പറയുന്ന പോലെ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും പഠനവും അതിൻ്റെ കൂടെ ക്ലാസ് എടുക്കലും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട് താനും. അപ്പം ഡിസിപ്ലിൻ ഉള്ളത് കൊണ്ടാണ്. അതില്ലെങ്കിൽ ഈ പറയുന്ന പോലെ അയ്യോ എനിക്ക് ഒരുപാടൊന്നും ചെയ്ത് തീർക്കാണ്ടല്ലോ, ഒന്ന് കയ്യോ എന്നുള്ളൊരു ആദ്യമായിരിക്കും മനസ്സിൽ. Share it. അപ്പം നല്ല സെഷനായിരുന്നു. താങ്ക് യു മാം. Thank you. Thank you so much. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അബീന മാം, അൻസർ സർ, ചന്ദ്രൻ സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല ഫ്ലോയിൽ ഒട്ടും ബോറടിപ്പിക്കാത്ത നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ടോപ്പിക്കും നമുക്കൊക്കെ നന്നായിട്ട് ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് ഇത്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇപ്പോൾ ഒരു 4 AM ക്ലബിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഭയങ്കരമായിട്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ എന്താ ബറക്കത്തുള്ള ടൈം എന്നൊക്കെ നമ്മൾ പറയും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. നല്ലൊരു ടോപ്പിക്കായിരുന്നു. നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. താങ്ക് യു മാം. Thank you. Thank you so much. ജയലക്ഷ്മി മാം, നിഷ മാം, ജസിന മാം, ഇർഫാന മാം, ഖലിദ് സർ, ഫാത്തിമ മാം, ചന്ദ്രൻ സർ, ആശ മാം. എന്തെങ്കിലൊക്കെ പറയൂ, മുന്നോട്ട് വരൂ. ഒന്നും പറയാനില്ല. സൂപ്പർ ക്ലാസ് ആയിരുന്നു മാം. ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു രാവിലെ തന്നെ കേട്ടോ. Okay, thank you. Thank you. ജിഷ മാം കൂടി ഉണ്ടായിരുന്നുല്ലേ ഇടയ്ക്ക്? ഉണ്ടായിരുന്നു. എന്നിട്ട് സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. Okay, great. ഇടയ്ക്കിടയ്ക്ക് തീരുമാനിക്കും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പിന്നെയും പുറകോട്ട് പോകും. ക്ലാസ്സിൽ കയറാൻ എന്തോ പോവാറുണ്ടോ? ക്ലാസ്സിൽ ഇല്ലല്ലോ. രാവിലെ കയറാറുണ്ടോ? ഇപ്പൊ കുറച്ചായിട്ടും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്ക് വയ്യായിരുന്നല്ലോ. എന്തായാലും ഫസ്റ്റ് വന്ന കേട്ടില്ല. ദിവസം ടോപ്പിക്ക് കിട്ടി. എങ്ങനെ? നല്ലൊരു ടോപ്പിക്ക് കിട്ടിയില്ലേ ഫസ്റ്റ് വന്ന ദിവസം തന്നെ? അതെ അതൊക്കെ അതെ.
പക്ഷെ ഇനി ഞാൻ പറയാ എന്തായാലും ഇന്നോട്ട് പഴയ ആക്റ്റീവ് ആവാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം. താങ്ക് യു ഓൾ.